ദക്ഷിണ കൊറിയയിലെ ഒരു വിവാഹമോചന കേസ്. നിക്ഷേപകരും ഓഹരി വിപണിയും ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളും അക്ഷമരായി ഇതുപോലെ കാത്തിരുന്ന ഒരു വിവാഹമോചന കേസ് വേറെയുണ്ടാകില്ല. കാരണം പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ എസ്കെ ഗ്രൂപ്പ് ചെയർമാനും ശതകോടീശ്വരനുമായ ചെതൈവോണും മുൻ ഭാര്യ റോ സോ യോങ്ങും തമ്മിലുള്ള വർഷങ്ങളായുള്ള നിയമ പോരാട്ടമായിരുന്നു അത്. നൂറ്റാണ്ടിന്റെ വിവാഹമോചനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ കേസിൽ ഇപ്പോൾ കോടതി ചരിത്രവിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നഷ്ടപരിഹാരം മാത്രം 944 ബില്യൺ വോൺ, ഏകദേശം 6230 കോടി രൂപ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാഹമോചന നഷ്ടപരിഹാരങ്ങളിൽ ഒന്നാണിത്. ഒരു വിവാഹമോചന കേസ് എങ്ങനെയാണ് ഓഹരി വിപണിയെയും AI വ്യവസായത്തെയും പിടിച്ചുകുലുക്കിയത്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. സാംസങ്ങിന് ശേഷം ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലിയ വ്യവസായ ഗ്രൂപ്പുകളിൽ ഒന്നാണ് എസ്കെ ഗ്രൂപ്പ്. ടെലികോം, ഊർജം, കെമിക്കൽസ്, ബാറ്ററി, സെമി കണ്ടക്ടർ തുടങ്ങി നിരവധി മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് എസ്കെ ഗ്രൂപ്പിന്റെ ബിസിനസ് ശൃംഖല. എന്നാൽ ഇന്ന് എസ്കെ ഗ്രൂപ്പിന്റെ യഥാർത്ഥ കരുത്ത് മറ്റൊന്നാണ്. എസ്കെ ഹൈനിക്സ്, ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാതാക്കളിലൊന്നായ എസ്കെ ഹൈനിക്സ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി AI വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാണ്. ChatGPT പോലുള്ള ജനറേറ്റീവ് AI മോഡലുകളുടെ വളർച്ചയോടെ എൻവിഡിയയുടെ AI ചിപ്പുകൾക്ക് ആവശ്യമായ ഹൈ ബാൻഡ്വിഡ്ത്ത് മെമ്മറി ചിപ്പുകളുടെ പ്രധാന വിതരണക്കാരായി എസ്കെ ഹൈനിക്സ് മാറി. അതോടെ കമ്പനിയുടെ മൂല്യവും ചെയർമാൻ ചെതൈവോണിന്റെ സമ്പത്തും കുത്തനെ ഉയർന്നു. ഇതിനിടയിലാണ് വർഷങ്ങളായി നീണ്ടുനിന്ന ചെതൈവോണിന്റെ വിവാഹമോചന കേസ് നിർണായക ഘട്ടത്തിലെത്തുന്നത്. ചെതൈവോണും റോ സോ യോങ്ങും 1988 വിവാഹിതരായത്. റോ സോ യോങ് മുൻ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് റോ തേ-വൂവിന്റെ മകളാണ്. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ ബ്ലൂ ഹൗസിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം. ഇരുവർക്കും 3 മക്കളുമുണ്ട്. എന്നാൽ 15 വർഷത്തിലധികമായി ഇവർ വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. അതിനിടെ 2015 ചെതൈവോൺ തനിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നും പരസ്യമായി സമ്മതിച്ചതിനെ തുടർന്നാണ് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പുറത്തറിയുന്നതും പിന്നീട് നിയമ പോരാട്ടത്തിലേക്ക് വഴിവെക്കുന്നതും. തുടർന്ന് വിവാഹമോചനത്തിനും സ്വത്ത് വിഭജനത്തിനുമായി ഇരുവരും കോടതിയെ സമീപിച്ചു. എന്നാൽ പിന്നീട് നടന്നത് ഒരു സാധാരണ ഡിവോഴ്സ് കേസ് ആയിരുന്നില്ല. ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക് കമ്പനികളിൽ ഒന്നിന്റെ നിയന്ത്രണവും ചർച്ചയായ വർഷങ്ങളായുള്ള നിയമ പോരാട്ടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ ഈ കേസിനെ നൂറ്റാണ്ടിന്റെ വിവാഹമോചനം എന്ന് വിശേഷിപ്പിച്ചത്. എന്നാൽ കോടതിക്ക് മുന്നിലുണ്ടായിരുന്നത് ഒരു കുടുംബ വിവാദം മാത്രമായിരുന്നില്ല. എസ്കെ ഗ്രൂപ്പിന്റെ വളർച്ചയിൽ റോ സോ യോങ്ങിന്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന ചോദ്യവും കോടതിക്ക് പരിഗണിക്കേണ്ടി വന്നു. റോ സോ യോങ്ങിന്റെ വാദം ഇങ്ങനെയായിരുന്നു: വിവാഹ ജീവിതത്തിനിടെ എസ്കെ ഗ്രൂപ്പ് ഒരു സാധാരണ വ്യവസായ സ്ഥാപനത്തിൽ നിന്ന് ആഗോള ടെക് ഭീമനായി വളർന്നതിൽ തന്റെയും കുടുംബത്തിന്റെയും പിന്തുണ നിർണായകമായിരുന്നു. പ്രത്യേകിച്ച് റോ സോ യോങ്ങിന്റെ പിതാവായ മുൻ പ്രസിഡന്റ് റോ തേ-വൂവിന്റെ സാമ്പത്തിക രാഷ്ട്രീയ പിന്തുണ എസ്കെ ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് നിർണായകമായിരുന്നു എന്നാണ് അവരുടെ വാദം. അതിനാൽ ചെതൈവോണിന്റെ സമ്പത്തിൽ തനിക്കും വലിയ അവകാശമുണ്ടെന്ന് അവർ കോടതിയെ അറിയിച്ചു. എന്നാൽ ചെതൈവോൺ മറ്റൊരു വാദമാണ് മുന്നോട്ട് വെച്ചത്. എസ്കെ ഗ്രൂപ്പിന്റെ നിയന്ത്രണ ഓഹരികൾ പാരമ്പര്യ സ്വത്തായി ലഭിച്ചതാണെന്നും കമ്പനിയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് കാരണം തന്റെ ബിസിനസ് തീരുമാനങ്ങളും ആഗോള നിക്ഷേപങ്ങളുമാണെന്നും അദ്ദേഹം വാദിച്ചു. അതുകൊണ്ട് തന്നെ ഓഹരികളുടെ ഉടമസ്ഥാവകാശത്തിൽ മുൻ ഭാര്യയ്ക്ക് അവകാശമില്ലെന്നും കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയൻ കോടതി ചരിത്രവിധി പുറപ്പെടുവിച്ചത്. ചെതൈവോൺ മുൻ ഭാര്യ റോ സോ യോങ്ങിന് 944 ബില്യൺ വോൺ, ഏകദേശം 6230 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോടതി ഉത്തരവിട്ടത്. എന്നാൽ മറ്റൊരു നിർണായക കാര്യം കൂടി കോടതി വ്യക്തമാക്കി: എസ്കെ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഓഹരികൾ കൈമാറേണ്ടതില്ല, പകരം നഷ്ടപരിഹാരം പണമായി നൽകിയാൽ മതിയെന്നാണ് കോടതി വിധി. ഈ ഒരു തീരുമാനമാണ് നിക്ഷേപകർക്ക് വലിയ ആശ്വാസമായത്. കാരണം ഓഹരികൾ വിഭജിക്കപ്പെട്ടിരുന്നെങ്കിൽ എസ്കെ ഗ്രൂപ്പിന്റെ നിയന്ത്രണ ഘടന തന്നെ മാറാൻ സാധ്യതയുണ്ടായിരുന്നു. AI ഭൂമിന്റെ പശ്ചാത്തലത്തിൽ ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ ഉറ്റുനോക്കുന്ന കമ്പനിയാണ് ഇന്ന് എസ്കെ ഹൈനിക്സ്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ ഓരോ ഘട്ടവും ടെക് ലോകവും ഓഹരി വിപണിയും അതീവ ശ്രദ്ധയോടെയാണ് നിരീക്ഷിച്ചത്. എന്നാൽ ഇതോടെ നിയമപോരാട്ടം അവസാനിച്ചുവെന്ന് പറയാനാകില്ല. വിധിക്കെതിരെ വീണ്ടും അപ്പീൽ നൽകാനുള്ള സാധ്യത ചെതൈവോണിന്റെ അഭിഭാഷക സംഘം പരിശോധിക്കുകയാണ്. അതിനാൽ കേസ് വീണ്ടും സുപ്രീം കോടതിയിൽ എത്തുമോ എന്നതും ഇനി ശ്രദ്ധിക്കപ്പെടുന്ന വിഷയമാണ്.